അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, ദുറൂസുൽ ഇസ്ലാമിയിലെ 9ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. അൽ അഷറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. ഭാഗം 1. നിരക്ഷരരും അജ്ഞരും അധർമ്മത്തിൽ മുഴുകി ജീവിച്ചിരുന്നവരുമായ ഒരു ജനതയെ ധർമ്മത്തിന്റെ ഉദാത്ത മാതൃകകളും പ്രചാരകരുമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപാത്രങ്ങളായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരും സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, എൻ്റെ സ്വഹാബികളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹു തആലയെ പേടിക്കുക. എനിക്ക് ശേഷം അവരെ ഉപദ്രവിക്കരുത്. അവരെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ വെറുക്കുന്നവർ എന്നെ വെറുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ ഉപദ്രവിക്കുന്നവർ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നത് അല്ലാഹു തആലയെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അവരെ അല്ലാഹു തആല ശിക്ഷിക്കും. ബുഖാരി, മുസ്ലിം. അല്ലാഹു തആലയോടുള്ള ഭയഭക്തി, പ്രവാചക സ്നേഹം, ധർമ്മത്തിനു വേണ്ടിയുള്ള ജീവിത സമർപ്പണം എന്നിവയിൽ സ്വഹാബികൾ നക്ഷത്ര ശോഭയോടെ വിളങ്ങി. ഒരു മഹാചരിത്രത്തിന്റെ സൃഷ്ടാക്കളായി. സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖർ സ്വർഗ പ്രവേശന വാഗ്ദത്തം ലഭിച്ച 10 പേരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അൽ അഷറത്തുൽ മുബശ്ശറ എന്ന പേരിൽ വിഖ്യാതരായത്. ഭാഗം 2. 1. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി. ഈമാൻ, പ്രവാചക സ്നേഹം, ധർമ്മനിഷ്ഠ, സൽസ്വഭാവം, അറിവ്, ഭക്തി എന്നിവയിൽ ഒന്നാമൻ തുടങ്ങിയ സൽഗുണങ്ങളുടെ ഉടമയായിരുന്നു അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ആഭ്യന്തരവും വിദേശീയവുമായ കുഴപ്പങ്ങൾ അവസാനിപ്പിച്ച് രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഹിജറ 13 ജുമാദൽ ഉഖ്റ 21 മഹാൻ വഫാത്തായി. 2 വർഷവും 3 മാസവുമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. 2. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ നന്മകളിലും സ്വഹാബികളിൽ 2ാമനായിരുന്നു. അൽ ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭക്തി, വിനയം, ധീരത, ജനസേവനം, നീതി, ലളിതജീവിതം തുടങ്ങിയവ വിശ്രുതമാണ്. ലോകത്തെ പ്രമുഖ മാതൃകാ ഭരണാധികാരിയായി ഉമർ റളിയല്ലാഹു അൻഹു വാഴ്ത്തപ്പെടുന്നു. അക്രമികളായ കിസ്റ, കൈസർ ഭരണകൂടങ്ങളെ തകർത്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും വികസിപ്പിക്കുകയും ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ബൈത്തുൽ മുഖദ്ദിസിന്റെ മോചനം, ഈജിപ്തിന്റെ മോചനം തുടങ്ങിയവ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലുകളാണ്. ഹിജറ 23 ദുൽഹിജ്ജ 26 മഹാൻ ഇഹലോകവാസം വെടിഞ്ഞു. 10 വർഷവും 6 മാസവുമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. 3. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ, ആദ്യം റുഖയ്യ റളിയല്ലാഹു അൻഹായെയും അവരുടെ വഫാത്തിനു ശേഷം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹായെയും വിവാഹം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ടു. സമ്പന്നനും വലിയ ധർമ്മിഷ്ഠനും ആരാധനാനിരതനും
സൽസ്വഭാവിയും, ജീവിത വിശുദ്ധി, വിനയം, കാരുണ്യം, ശാന്തത, ലജ്ജാശീലം എന്നിവയിൽ പ്രസിദ്ധനുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മൂന്നാം ഖലീഫ എന്ന നിലയിൽ 12 വർഷം ഇസ്ലാമിക രാഷ്ട്രത്തിന് ആ മഹാൻ നേതൃത്വം നൽകി. ഹിജറ 35 ദുൽഹിജ്ജ 18-നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്. 4. അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. നാലാം ഖലീഫ അലി കറമല്ലാഹു വജ്ഹഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ഭർത്താവാണ്. ബുദ്ധി, ത്യാഗം, ധീരത, ഭക്തി, യുദ്ധവൈദഗ്ധ്യം, സൽസ്വഭാവം, വിജ്ഞാനം, ഭാഷാ പ്രാവീണ്യം എന്നിവയിൽ ഒന്നാമനായിരുന്ന അലി റളിയല്ലാഹു അൻഹു വലിയ പ്രഭാഷകനും യോദ്ധാവുമായിരുന്നു. അബൂ തുറാബ് എന്ന പേരിൽ മഹാൻ അറിയപ്പെടുന്നു. ഹിജറ 40 റമളാൻ 19-നാണ് അലി റളിയല്ലാഹു അൻഹു വഫാത്തായത്. 4 വർഷവും 9 മാസവുമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഭാഗം 3. 5. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. എല്ലാ നന്മകളിലും മുന്നിലായിരുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ത്വൽഹത്തുൽ ഖൈർ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. വലിയ ധർമ്മിഷ്ഠനായിരുന്ന ആ മഹാൻ ത്വൽഹത്തുൽ ജൂദ് എന്നും പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ വസ്വത്തുകളിലും അദ്ദേഹം പങ്കാളിയായി. ഹിജറ 36 റജബ് മാസം ത്വൽഹ റളിയല്ലാഹു അൻഹു പരലോകം പോയി. 6. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ധീരനും മതഭക്തനും വലിയ ധർമ്മിഷ്ഠനുമായ സുബൈർ റളിയല്ലാഹു അൻഹു ദരിദ്രനായാണ് വഫാത്തായത്. ഹവാരിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അദ്ദേഹം വിശ്രുതനായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ നിയോഗിച്ച 6 അംഗ സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. ഹിജറ 36 ജുമാദൽ ഉഖ്റ 10-ന് സുബൈർ റളിയല്ലാഹു അൻഹു വഫാത്തായി. 7. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നിർമ്മല ഹൃദയനും ഭയഭക്തനും ധനികനും ധർമ്മിഷ്ഠനുമായ സഅദ് റളിയല്ലാഹു അൻഹു വലിയ യോദ്ധാവായിരുന്നു. പ്രസിദ്ധമായ ഖാദിസിയ്യ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് നേതൃത്വം നൽകിയത് സഅദ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നീട് ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഹിജറ 55-ൽ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. 8. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ കച്ചവടക്കാരനും ധനികനും ഉദാരമതിയുമായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിശ്വസ്തരായ കച്ചവടക്കാരുടെ മാതൃകയാണ്. ഹിജറ 32-ൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായി. 9. സഅദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഖുറൈശി പ്രമുഖനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഖുറൈശി പ്രമുഖനായ സഈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്നു. മുജാബുദ് ദുആ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നവൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഹിജറ 51-ൽ സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. 10. ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ആദ്യം ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തികളിൽ പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തനും ദീനിനു വേണ്ടി എല്ലാം സമർപ്പിച്ച മഹാനുമായിരുന്നു. അമീനുൽ ഉമ്മ എന്ന പേരിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വിശ്രുതനായി. ഹിജറ 18-ൽ വഫാത്തായി. ഇനി പഠിക്കേണ്ട ദുആ. അല്ലാഹുമ്മ ർസുഖ്നാ ഹുബ്ബ അസ്ഹാബി നബിയിക വലാ തജ്അൽനാ മിമ്മൻ യുബ്ഇദുഹും ഔ യുഅ്ദീഹിം യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നിന്റെ നബിയുടെ സ്വഹാബികളുടെ ഇഷ്ടം ഞങ്ങൾക്ക് നൽകണമേ. അവരോട് കോപിക്കുന്നവരിലും അവരെ വിഷമിപ്പിക്കുന്നവരിലും ഞങ്ങളെ നീ ആക്കരുതേ, കാരുണ്യവാനായ അല്ലാഹുവേ. ഇനി അതിൻ്റെ തദ്രീബ് നമുക്ക് പരിശോധിക്കാം. അൽ വഹദത്തു താസിഅ 9-ാമത്തെ യൂണിറ്റ്. അൽ അശറത്തുൽ മുബശ്ശറ. 1.
നസ്രിലു ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് കാണാം അബൂ തുറാബ്, ഉത്തരം സി ആണ്, അലി റളിയല്ലാഹു അൻഹു. 2 അൽ ഫാറൂഖ്, ഇ ആണ്, ഉമർ റളിയല്ലാഹു അൻഹു. 3 അസ്സുദ്ദീഖ്, ഡി ആണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. 4 ഹവാരിയുൻ നബി, ബി ആണ്, സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു. അമീനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തരം എ ആണ്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തെ വർക്കാണ് നത്തു മക്കാല. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും. അതിന്റെ മക്കാല നമുക്ക് പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ കാണാം. നിരക്ഷരരും അജ്ഞരും അധർമ്മത്തിൽ മുഴുകി ജീവിച്ചിരുന്നവരുമായ ഒരു ജനതയെ ധർമ്മത്തിന്റെ ഉദാത്ത മാതൃകകളും പ്രചാരകരുമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപാത്രങ്ങളായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരും സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, എന്റെ സ്വഹാബികളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹു തആലയെ പേടിക്കുക. എനിക്ക് ശേഷം അവരെ ഉപദ്രവിക്കരുത്. അവരെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ വെറുക്കുന്നവർ എന്നെ വെറുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ ഉപദ്രവിക്കുന്നവർ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നത് അല്ലാഹു തആലയെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അവരെ അല്ലാഹു തആല ശിക്ഷിക്കും. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ വർക്ക് കാണാം. അൽ വാജിബുൽ മൻസിലി, ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും എഴുതുക. ഒന്നാമത്തെ ചോദ്യം, സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖർ ആര്? സ്വർഗ പ്രവേശന വാഗ്ദത്തം ലഭിച്ച 10 പേരാണ്. 2 അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്ന്? ഉത്തരം ഹിജ്റ 13 ജുമാദൽ ഉഖറ 21. ചോദ്യം 3 ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ? അക്രമികളായ കിസ്ര കൈസർ ഭരണകൂടങ്ങളെ തകർത്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ ഭദ്രമാക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. 4 ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കൾ റുഖയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. 5 അലി റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്ന്? ഭരണം നടത്തിയത് എത്ര വർഷം? ഉത്തരം ഹിജ്റ 40 റമദാൻ 19, 4 വർഷവും 9 മാസവും. ഇനി രണ്ടാമത്തെ വർക്ക് കാണാം. അൽ അശറത്തുൽ മുബശ്ശറയുടെ വിശദ ചരിത്രം ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നിങ്ങൾ അത് കണ്ടെത്തി അവതരിപ്പിക്കുക. 3 സുമ്മരി ബക്കിരി എന്ന ബൈത്ത് മൗലിദ് കിതാബിൽ നിന്ന് കണ്ടെത്തി ക്ലാസ്സിൽ ആലപിക്കുക. അത് നമുക്ക് യാ അക്രമ ബൈത്ത് എന്ന പേരിൽ നമുക്ക് മൗലിദിന്റെ കിതാബിൽ കാണാൻ കഴിയും. അത് നിങ്ങളെല്ലാവരും കണ്ടെത്തി അത് പഠിച്ച് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും അവതരിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.